ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആമീസ് ടോക്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിലാട്ടാണ് കേട്ടോ. ഒരു വള വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഒരു ബോട്ടിലെടുത്തിട്ട് അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ഒരു ബോട്ടിലാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് ബോട്ടിലാണോ ഉള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതിന് പ്ലാസ്റ്റിക് ആയാലും കുഴപ്പമില്ല, ഗ്ലാസ് ബോട്ടിലായാലും കുഴപ്പമില്ല, എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിത് കുറേ പൊളിക്കാൻ ശ്രമിച്ചു. ഇതിൻ്റെ മുകളിലുള്ളതൊന്നും കംപ്ലീറ്റ്ലി അങ്ങോട്ട് പോകുന്നില്ല. കുറേ ഞാൻ വെള്ളത്തിലൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ ഇതിങ്ങനെ തന്നെ കിടക്കട്ടെ, നമ്മൾ എന്തെങ്കിലും പെയിൻറ്റ് ചെയ്യുമല്ലോ. ഇതിലേക്ക് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫേവറേറ്റ് കളർ എടുക്കാം കേട്ടോ. ഇന്ന കളറൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ബ്ലൂ കളറിലുള്ള ആക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ സ്പോഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പോഞ്ച് വെച്ചിട്ട് അപ്ലൈ ചെയ്യുക. കാരണം ബ്രഷ് വെച്ചിട്ടാകുമ്പോഴേ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ലൈൻസൊക്കെ വരും. സ്പോഞ്ച് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ സ്പോഞ്ച് കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. ഒരു കോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കൊരു വൃത്തി തോന്നിയില്ല. അപ്പോൾ ഞാൻ ഒരു കോട്ടും കൂടെ കൊടുത്തു. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു വളയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വള വെച്ചിട്ട് നമ്മളൊരു കുഞ്ഞ് ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാൻ ആ വളയുടെ മേലെ കൂടെ വൈറ്റ് കളർ വൂളൻ ത്രെഡ് വെച്ചിട്ടൊന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് റെഡ് കളറിലുള്ള ഒരു വൂളൻ ത്രെഡാണ് കേട്ടോ. അപ്പോൾ ഇത് മാച്ചിങ് ആയിട്ടുള്ള കളേഴ്സ് ചൂസ് ചെയ്യാൻ ശ്രമിക്കാം. വളകൾക്കൊന്നും ഒരു ക്ഷാമം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പെൺകുട്ടികളുടെ വീടുകളിലൊക്കെ എന്തായാലും ഉണ്ടാവും. നമുക്ക് ഏത് ടൈപ്പ് വള വേണമെങ്കിലും ഇതിന് യൂസ് ചെയ്യാം കേട്ടോ. കമ്പി വളയായാലും കുഴപ്പമില്ല, കുപ്പി വളയായാലും കുഴപ്പമില്ല, പ്ലാസ്റ്റിക് ആയാലും കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല. നമുക്ക് ഒരുപാട് വൂളൻ ത്രെഡൊന്നും ഇതിന് ആവശ്യമില്ല. അപ്പം ഞാനൊരു ചെറിയ പീസ് ഇതിൻ്റെ മുകളിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കുന്നത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇതിനെയും യൂസ് ചെയ്യുന്നത്. വീഡിയോയിൽ കാണുന്നത് പോലെ ഫസ്റ്റ് നമുക്ക് ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. അതിനുശേഷം കുറച്ച് സ്പേസ് വിട്ടതിന് ശേഷം അടുത്ത സ്ഥലത്തായിട്ട് നമുക്ക് കെട്ടിക്കൊടുക്കാം. അതേപോലെ നമുക്ക് ഈ വള ഫുള്ളായിട്ട് കെട്ടിയെടുക്കണം. നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ 5 സ്ഥലത്തായിട്ട് ഇതേപോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ കെട്ടിയതിൻ്റെ സെൻറ്ററിലേക്കൂടെ ആയിട്ട് വേറൊരു കെട്ടിട്ട് കൊടുക്കാം. ഞാൻ പറയുന്നതിനേക്കാളും കൂടുതലായിട്ട് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇന്നും നമ്മളോട് കുറേ പേര് ഹായ് പറയാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന അഫീഫ ആപ്സ്, അതേപോലെ ഹിബൂസ് വേൾഡ്, പിന്നെ ഒരു ചാനൽ പരിചയപ്പെടുത്താണ് കേട്ടോ, നിഷാൽ ക്രാഫ്റ്റ് ആൻഡ് വ്ളോഗ്സ്. കുറേ ദിവസമായിട്ട് പറയുന്നു ചേച്ചി എൻ്റെ ചാനലിൻ്റെ പേരൊന്ന് പറയുമോ, ഒന്ന് പരിചയപ്പെടുത്തുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിഷാൽ ക്രാഫ്റ്റ് ആൻഡ് വ്ളോഗ്സിൽ പോയിട്ട് ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടോളൂ കേട്ടോ. അതേപോലെ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഹിമ, സഫ്ന, രതി, പിന്നെ 7th പഠിക്കുന്ന ഷെറിൻ, പിന്നെ ഫാത്തിമ ഷാജഹാൻ എന്നുള്ള ഒരു ഐ ഡി എന്നാണ് കമൻറ്റ് ചെയ്തിട്ടുള്ളത്. അവരുടെ നിക്ക് നെയിം ആമി എന്നാണ്. അപ്പോൾ ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബിഗ് ഹായ് ഉണ്ട്. പിന്നെ പറഞ്ഞിട്ടുള്ളത് രച്ചൂസ് ആണ്. രച്ചൂസിന് വലിയൊരു ഹായ്. അതേപോലെ അഞ്ജനയ്ക്കൊരു ചാനലുണ്ട് കേട്ടോ, അഞ്ജന ആർട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. പിന്നെ 2 സിസ്റ്റേഴ്സാണ് നമ്മളോട് ഹായ് പറയാൻ പറഞ്ഞിട്ടുള്ളത്, റോസ് ആൻഡ് അലൻറ്റ. നല്ല പേർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന നസ്രിൻ, അതേപോലെ 10th പഠിക്കുന്ന ആര്യ, 6th പഠിക്കുന്ന ശ്രീലക്ഷ്മി, 7th പഠിക്കുന്ന റിൻഷ, 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഭദ്ര, പിന്നെ അനുഷ്കയുടെ സിസ്റ്ററായിട്ടുള്ള അൽക്കയ്ക്ക് വേണ്ടിയിട്ടൊരു ഹായ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഏഞ്ചൽ മറിയ തോമസ്, 6th പഠിക്കുന്ന ആദിത്യ മനോജ്, പിന്നെ ധന്യ നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ സിസ്റ്ററായിട്ടുള്ള ശ്രീലക്ഷ്മിക്ക് വേണ്ടിയിട്ടൊരു ഹായ് പറയാൻ. അതേപോലെ ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ടുള്ള സുനിൽ കുമാർ, അവർക്കും അവരുടെ വൈഫിനും എല്ലാവിധ ആശംസകളും നേരാണ്. അപ്പോൾ ഞാൻ പേര് എല്ലാവരുടെയും പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവർക്കും എൻ്റെ ബിഗ് ഹായ്, കുറേ ഇഷ്ടം.
അതിൻ്റെ ഇടയിൽ നമ്മുടെ ഡ്രീം ക്യാച്ചറിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഈ ഒരു പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യുക, ലാസ്റ്റ് വരെ നമ്മൾ ചെയ്യുക. അതിനുശേഷം ചെറിയൊരു കെട്ടിട്ട് കൊടുത്തിട്ട് നമുക്കത് ബാക്കി നൂലൊന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോഴേക്കും നമ്മുടെ ബോട്ടിലൊക്കെ നല്ല വൃത്തിക്ക് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡ്രീം ക്യാച്ചർ ഇതിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തൂവലുകളാണ് കേട്ടോ. അപ്പോൾ ഈ തൂവലുകളൊക്കെ ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതിന് പകരമായിട്ട് നിങ്ങളുടെ വീട്ടിൽ കോഴിയുടെ തൂവലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് എടുത്താൽ മതി. ഇങ്ങനെ കാശ് കൊടുത്ത് വാങ്ങിക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. ഈ തൂവലൊക്കെ അത്യാവശ്യം നല്ല ലെങ്തിയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയ ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന തൂവലുകളാണ്. അപ്പോൾ ഇതിപ്പോൾ കുഞ്ഞിയല്ലേ, നമ്മുടെ കുഞ്ഞി ബോട്ടിലാണ്, അതേപോലെ ഡ്രീം ക്യാച്ചറും കുഞ്ഞിയാണ്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് തൂവലുകളൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വല്ല ത്രെഡൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ തൂങ്ങി നിൽക്കണ പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി, അത് നല്ല ഭംഗി തന്നെയാവും. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വൈറ്റ് പെയിൻറ്റ് എടുത്തിട്ട് ഒരു ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒക്കെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. വൈറ്റ് പെയിൻറ്റ് തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഇതിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യാം. അപ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സ് വെച്ചിട്ടാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഡ്രീം ക്യാച്ചർ ബോട്ടിലിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ടുണ്ട്. ഇപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ കോർക്കില്ലേ നമ്മുടെ ബോട്ടിലിൻ്റെ, അതിൻ്റെ മുകളിലേക്കൂടെ ഒരു ഹോൾ ഇട്ടിട്ട് ഒരു ത്രെഡ് കെട്ടിയതിന് ശേഷം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ തൂക്കിയിടുകയും ചെയ്യാം. അത് നല്ല ഭംഗിയാവും കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലാട്ടാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ട്രൈഡ് പിക്സൊക്കെ എനിക്ക് അയച്ചു തരാം. ഞാൻ എൻ്റെ വീഡിയോയുടെ അവസാനമായിട്ട് അത് കാണിക്കാം. നിങ്ങൾ ട്രൈഡ് പിക്സ് അയച്ചു തരേണ്ടത് ഇൻസ്റ്റഗ്രാം ഐ ഡിയിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഐ ഡിയിലേക്കൊക്കെയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ അവസാനമായിട്ട് പറയാം. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യാം. ഇതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി, ആമി എന്ന് തന്നെയാണ് ഇതിൽ പേര്. പിന്നെ ഇതെൻ്റെ ഫേസ്ബുക്ക് ഐ ഡി ആണ്. ഇത് എൻ്റെ ഫേസ്ബുക്ക് പേജാണ്. അപ്പോൾ ഇതിൽ ഏതിലേക്ക് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ട്രൈഡ് പിക്സ് അയച്ചു തരാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.